വണ്ടി കൊടുത്ത പിന്നെ ഉണ്ടല്ലോ, ഓട്ടോറിക്ഷയിലാണ് ചിലപ്പോഴൊക്കെ കോട്ടയത്തിന് പോകുന്നത് രാവിലെ ഒരുമിച്ച് വൈഫും ആയിട്ട് പോവാം. അപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ധനുഷ് നമ്മുടെ കൂട്ടുകാരനും സഹപാഠിയൊക്കെയാണ്. അതുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം, രസമാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ മേൽപ്പാലത്തെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഈ ആകാശം കാണുക അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നല്ല രസമല്ലേ, എനിക്ക് നല്ല രസമല്ലേ മേൽപ്പാലത്ത് ഇങ്ങനെ ആകാശം കാണാൻ. അതെ അതാണ്. അങ്ങനെ അവളെ കൊണ്ട് തിരുനക്കരെ ഇറക്കി. അവിടെ നിന്ന് പഴയശാന്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് അവൾ പൊക്കോളൂ. ഇനി അടുത്ത് ഇവിടുന്ന് നമ്മുടെ പണ്ട് കോട്ടയം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി പ്രതിമ, PT ചാക്കോ പ്രതിമ എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ കോട്ടയം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇപ്പോൾ അതാ കൂടി വരുന്നത്. ശാസ്ത്ര റോഡിന്റെ ഇറങ്ങുക. ശാസ്ത്ര റോഡിനൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ശരിയാണോ എന്ന് നിങ്ങൾ പറയണേ, ഈ റബ്ബറൈസ്ഡ് റോഡ് ചെയ്ത കൂട്ടത്തിൽ ആദ്യം ചെയ്ത ചില റോഡുകളിലൊന്ന് ശാസ്ത്ര റോഡാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കോട്ടയത്ത് DC ബുക്സിന്റെ ഭാഗത്ത് വന്നിറങ്ങി. DC ബുക്സിൽ ഞാൻ വോയിസ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടേ. അപ്പോൾ അവിടെ വർക്കുള്ളപ്പോൾ അവിടെ പോകും. ഇവിടുന്ന് ഈ നടയെല്ലാം കയറി ഇതിന്റെ മുകളിൽ ചെന്നിട്ട് അവിടുന്ന് ലിഫ്റ്റേ കയറി 4ാം നിലയിൽ ചെന്ന് 4ാം നിലയിലുള്ള സ്റ്റുഡിയോയിൽ ചെന്നിട്ടാണ് വർക്ക്. ഇന്ന് നിഖിലിന്റെ ഒപ്പം വർക്ക്. അതെ, ഇന്നിപ്പം നിഖില് ഇവിടെ അപ്പുറത്തോട്ടം കണ്ട് പോയിരിക്കുക. ഇപ്പം ഞാനിവിടെ പോയി ഇനി ഇരിക്കട്ടെ. അപ്പോൾ ഉടനെ തുടങ്ങണം, എനിക്ക് വർക്ക് തുടങ്ങും. അപ്പം ശരി, അപ്പം നമുക്ക് ബാക്കി നാളെ കാണാം.